നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ഗെയിമിന് അടിമയായ വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരിച്ചതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു മുൻകരുതൽ കൂടെ എത്തുകയാണ്. വടക്കൻ തായ്ലാന്റിലെ ഉഡോൺതാനിലാണ് സംഭവം നടന്നിരിക്കുന്നത്. സ്കൂൾ അവധി ആഘോഷം കമ്പ്യൂട്ടർ ഗെയിമിൽ മാത്രമാക്കി ചുരുക്കിയ പിയാവത് ഹരിക്കുൺ എന്ന 17-കാരനാണ് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞതായുള്ള വാർത്തകൾ വരുന്നത്. അവൻ രാപ്പകൽ കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് അടിമയായിരുന്നുവെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ചലനമറ്റു കിടക്കുന്ന മകന്റെ ശരീരമാണ് പിയാവതിന്റെ പിതാവ് ജരൺവിത് കാണാനിടയായത്. എന്നാൽ അവൻ കിടന്നിരുന്നത് കസേരയിൽ നിന്ന് നിലത്തേക്ക് വീണ നിലയിൽ കമിഴ്ന്നായിരുന്നു. മരണസമയത്തും പിയാവത് കഴിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ കമ്പ്യൂട്ടർ ടേബിളിന് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവൻ ഉപയോഗിച്ചിരുന്ന ഹെഡ്ഫോൺ PC-ക്ക് മുകളിലായി നിലയുറപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് പിയാവത്തിന്റെ പിതാവ്. അവൻ എല്ലാ കുഞ്ഞുങ്ങളെ പോലെ മൾട്ടിപ്ലെയർ കമ്പ്യൂട്ടർ ഗെയിമാണ് സ്ഥിരമായി കളിച്ചു നിന്നിരുന്നത് എന്നായിരുന്നു പിതാവ് കരുതിയിരുന്നത്. അതിനാൽ തന്നെ ഒന്നും മുഖവിലക്കെടുക്കാൻ അവർ മുതിർന്നതുമില്ല. സ്കൂൾ കഴിഞ്ഞ് ഒക്ടോബറിൽ അവധിയായതോടെ തന്റെ ഒഴിവു സമയമെല്ലാം ഗെയിമുകളിലാണ് ചിലവിട്ടിരുന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നു. വേറെ ആരോടും തന്നെ അധികം മിണ്ടാതെ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതെയാണ് ഈ കൗമാരക്കാരൻ ഗെയിമുകളിൽ ആസക്തനായിരുന്നത്. അങ്ങനെ ഭക്ഷണം പോലും റൂമിലേക്ക് എത്തിച്ചു നൽകുകയായിരുന്നു മാതാപിതാക്കളുടെ പതിവെന്നത്. ഗെയിം കളിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാനായി പ്രേരിപ്പിച്ചാൽ ഇത് നിരാകരിക്കുകയും പ്രകോപിതനായി പൊട്ടിത്തെറിക്കുകയുമായിരുന്നു പിയാവതിന്റെ പതിവെന്നും രക്ഷിതാവ് പറയുന്നുണ്ട്. രക്ഷിക്കാനായി പല ശ്രമങ്ങളും നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം വിഫലമായെന്നും പിതാവ് സങ്കടത്തോടെ തന്നെ പറയുന്നു. കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ മകന്റെ ജീവിതം പാഠമായിരിക്കുമെന്നാണ് നിറക്കണ്ണുകളോടെ ഈ അച്ഛൻ പ്രതികരിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഗെയിം വളരെ നിസ്സാരക്കാരനെന്ന് കരുതി മക്കളെ അതിലേക്ക് നയിക്കരുത്. പരമാവധി സമയം അവരോടൊപ്പം തന്നെ സമയം ചിലവഴിക്കുവാൻ ശ്രമിച്ചാൽ ഇതുപോലെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകില്ല എന്നാണ് ആ പിതാവ് പറയുന്നത്. ആ പിതാവിന്റെ അനുഭവം മറ്റെല്ലാവരും തന്നെ പാഠമാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു പാഠമായിരിക്കട്ടെ. കമ്പ്യൂട്ടർ ഗെയിമിന് മുന്നിൽ നിത്യവും കുട്ടികളെ ഇരുത്തിയിരിക്കരുത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.